എന്തായാലും നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും 2 മാസം സ്ഥാനത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇന്ന് KPCCയുടെ നിർണായകമായിട്ടുള്ള യോഗം നടക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് വൈകിട്ട് നടക്കുന്നത്. അതായത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ കടക്കുന്നു. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിലെത്തി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ട് തലസ്ഥാനത്ത് ചേരുകയാണ്. ദിസ്നയുണ്ട് രാഖി. ദിസ്ന, തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ മുറുമുറുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ശശി തരൂർ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി പുകയുന്നുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? ശശി തരൂർ വിഷയം ഉൾപ്പെടെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഈ സിറ്റിംഗ് MLA-മാർ മുഴുവൻ മത്സരിക്കുക എന്ന തീരുമാനം ഔദ്യോഗികമായി ഇന്നത്തെ യോഗത്തിൽ അറിയിക്കും. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 3 മണിക്കാണ് KPCC ആസ്ഥാനത്ത് KPCC കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് യോഗം ചേരുന്നത്. വ്യാഴാഴ്ച യോഗം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് പ്രധാനമായും അജണ്ടയിലുള്ളത്. ഈ സിറ്റിംഗ് MLA-മാരുടെ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും വിലയിരുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നേതൃയോഗവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെയും ഇന്ന് ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഗൗതം, ഇതിൽ ഈ അതായത് സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തർക്കങ്ങൾ അല്ലെങ്കിൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഹൈക്കമാൻഡിന് വിട്ടു നൽകും. ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡിന് വിട്ടു നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് 3 മണിക്കാണ് തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ചയാവുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റില്ല എന്നത് നേരത്തെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആ വിഷയവുമായി ഒക്കെ ബന്ധപ്പെട്ട പാർട്ടി പുറത്താക്കിയ വ്യക്തിയാണ്. എന്തായാലും ഈ മത്സരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ചർച്ചകൾ ഇന്ന് തീരുമാനിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഗൗതം.